സഹോദരി സഹോദരന്മാരെ, PG നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വ്യാഴവട്ടക്കാലമാവുകയാണ്. അടുത്ത വർഷം മാർച്ച് ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയും ആകും. പക്ഷേ PG എന്നേക്കുമായി പോയി എന്ന് അംഗീകരിക്കാൻ മലയാളത്തിൻ്റെ മനസ്സ് കൂട്ടാക്കുന്നില്ല എന്നതാണ് വസ്തുത. അതിന് കാരണം അദ്ദേഹം അത്രമേൽ ഗാഢമായി നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, ബൗദ്ധിക ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ കടന്നു വരുന്ന തലമുറകളെയും ആ ആശയപ്രപഞ്ചം സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. PG നമ്മുടെ ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും ദിശാബോധം നൽകിക്കൊണ്ടേയിരിക്കും. ശാസ്ത്രീയ സോഷ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് തൻ്റെ ചിന്തകളെയും നിലപാടുകളെയും PG രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മാറിവരുന്ന സാഹചര്യങ്ങളിലും മാറിവരുന്ന കാലങ്ങളിലും അതിന് പ്രസക്തിയുണ്ടാകും. പുതിയ രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നങ്ങളെ അപഗ്രഥിക്കുന്നതിന് സമാനമായ സാഹചര്യങ്ങളെ PG അനുവർത്തിച്ച രീതികൾ എന്താണ് എന്ന് നോക്കുന്നത് സഹായകമാകും. അത് ചിന്തക്ക് കൂടുതൽ തെളിച്ചം പകരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ഒരു വർഷം നീളുന്ന പരിപാടികളോടെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, PG കേവലം ഒരു മാർക്സിസ്റ്റ് ചിന്തകനോ എഴുത്തുകാരനോ പ്രഭാഷകനോ മാത്രമായിരുന്നില്ല. ജീവിതത്തിൻ്റെ എല്ലാ പടവുകളിലേക്കും പടർന്നു കയറുകയും അവിടങ്ങളിലെല്ലാം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു PG. മാർക്സിൻ്റെ പ്രശസ്തമായൊരു വാക്യം, മനുഷ്യന് അന്യമാകാത്തവയൊന്നും എനിക്കന്യമല്ല. ഇതേ ചിന്തയിലാണ് PGയും സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിച്ചത്. PG എന്തൊക്കെയായിരുന്നു എന്നാലോചിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം ആരെയും വിസ്മയിപ്പിക്കുന്നതാണ്. പെട്ടെന്ന് മനസ്സിലേക്ക് വരിക മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ, പ്രഭാഷകൻ, പത്രാധിപർ, അധ്യാപകൻ, ഈ ഉത്തരങ്ങളാണ്. എന്നാൽ വിശേഷണങ്ങൾ അവിടെ തീരുന്നില്ല. PG CPM നേതാവായിരുന്നു, ഗവേഷകനായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനും വിമർശകനുമായിരുന്നു, ചരിത്ര പണ്ഡിതൻ, കലാതത്വ ചിന്തകൻ, ശാസ്ത്രചിന്തകൻ. ഈ നിലകളിലും അദ്ദേഹം സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകി. പരിസ്ഥിതിവാദി, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, വിവർത്തകൻ, ഗ്രന്ഥശാലാ പ്രവർത്തകൻ, ബഹുഭാഷാ പണ്ഡിതൻ, നിയമസഭാ സാമാജികൻ, ചലച്ചിത്ര പ്രവർത്തകൻ, ഇങ്ങനെ ദൈക്ഷണിക ജീവിതത്തിൻ്റെ ഏത് മേഖലയെടുത്താലും അവിടെയൊക്കെ PG എന്ന രണ്ടക്ഷരത്തിൻ്റെ തെളിച്ചം കാണാം.
ഇത്രയേറെ മണ്ഡലങ്ങളിൽ ഒരു ജീവിതം കൊണ്ട് വ്യാപരിച്ച എത്ര വ്യക്തിത്വങ്ങളുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് പി ജിയുടെ വ്യക്തിത്വത്തിൻ്റെ അസാധാരണത്വം നമുക്ക് തെളിഞ്ഞു കിട്ടുക. അന്റോണിയോ ഗ്രാംഷി തൻ്റെ ജയിൽ കുറിപ്പുകളിൽ ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്നൊരു പ്രയോഗം നടത്തുന്നുണ്ട്. പി ജി അക്ഷരാർത്ഥത്തിൽ അത്തരമൊരു ഓർഗാനിക് ഇൻ്റലക്ച്വലായിരുന്നു. സിദ്ധാന്തവും പ്രയോഗവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഉൾക്കാഴ്ചയോടെ പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല, അവ പ്രായോഗിക സാമൂഹിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുക കൂടി ചെയ്തു. 86-ാം വയസ്സിലാണ് പി ജി വിട പറയുന്നത്. മരണം വരെ പാർട്ടിയോട് അചഞ്ചലമായ കൂറുപുലർത്തിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. സംഘടനാപരമായ ചില നടപടികൾ നേരിടേണ്ടി വന്നപ്പോഴും അദ്ദേഹം കറകളഞ്ഞ മാർക്സിസ്റ്റായി നിലയുറപ്പിച്ചു. വ്യക്തിക്കതീതമായി സംഘടനയ്ക്ക് കീഴ്പ്പെടണമെന്ന ആർജവമുള്ള കമ്മ്യൂണിസ്റ്റ് ബോധം അദ്ദേഹം ജീവിതത്തിലുടനീളം വെച്ചുപുലർത്തി എന്നർത്ഥം. സമ്പന്നമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കല്ലും മുള്ളും നിറഞ്ഞ പ്രവർത്തന പാതയിലേക്ക് കടന്നു വന്നത്. തൻ്റെ മാത്രം ജീവിതം ഭദ്രമായാൽ പോരാ, സമൂഹത്തിൻ്റെ ആകെ ജീവിതം ഭദ്രമാകണമെന്ന ചിന്തയാണ്, ആ ചിന്തയാൽ നയിക്കപ്പെട്ടതുകൊണ്ടാണ് പി ജി അങ്ങനെ ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുടെ തെളിച്ചവും വെളിച്ചവും ചെറുപ്പം മുതൽ തന്നെ കൂടെ കൂട്ടിയിരുന്നുകൊണ്ടാണ് തികഞ്ഞ ആദർശശുദ്ധിയോടും ലാളിത്യത്തോടും കൂടി തൻ്റെ ജീവിതം സമൂഹത്തിനാകെ പ്രയോജനപ്പെടുന്ന വിധത്തിലാക്കി മാറ്റി തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. സ്കൂൾ പഠനകാലത്ത് തന്നെ യുക്തിവാദിയും എഴുത്തുകാരനുമായ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുമായും ആഗമാനന്ദ സ്വാമികളുമായും ഉണ്ടായ അടുപ്പം പിൽക്കാലത്ത് പി ജിയിലെ മതനിരപേക്ഷവാദിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെ പി കൃഷ്ണപിള്ളയെ കണ്ടുമുട്ടാനിടയായത് ആ ജീവിതത്തിൽ വഴിത്തിരിവ് കുറിച്ചു. പി ജിയിലെ കമ്മ്യൂണിസ്റ്റിനെ രൂപപ്പെടുത്തുന്നതിൽ പി കൃഷ്ണപിള്ള വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 1950-കളുടെ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന അജയ് ഘോഷുമൊത്ത് എർവാദ ജയിലിൽ തടവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് പി ജിക്ക്. ഇറ്റലിയിലെ വിപ്ലവകാരിയുടെ കഥ പറയുന്ന ഏതൽ ലിരിയൻ വോയ്നിച്ച് എഴുതിയ ലോകപ്രശസ്ത നോവലായ ഗോഡ് ഫ്ലൈ ഇവിടെ വെച്ച് അജയ ഘോഷാണ് പി ജിക്ക് വായിക്കാൻ കൊടുത്തത് എന്ന് പി ജി തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് 1965-66 കാലത്ത് പി ജി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ കാട്ടുകടന്നൽ എന്ന പേരിൽ അദ്ദേഹം ഈ കൃതി
മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. ഇംഗ്ലണ്ടിൽ വിട്ട് പഠിപ്പിക്കണമെന്ന അച്ഛൻ പരമേശ്വരൻ പിള്ളയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിൽക്കാതെയാണ് PG രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഇരമ്പലുകളിലേക്ക് എടുത്തു ചാടിയത്. അങ്ങനെ അസ്വസ്ഥതകളുടേതായ ഒരു സാമൂഹ്യ ജീവിതത്തെ PG സ്വന്തമാക്കി. 50കളുടെ ആദ്യം തിരുവച്ചി നിയമസഭാംഗമായി. പിന്നീട് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന പ്രഥമ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭയിൽ അംഗമായി. EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നപ്പോൾ അതിനെതിരായ ആക്രമണങ്ങളെ ചെറുക്കാൻ അതിശക്തമായ പോരാട്ടത്തിൻ്റെ കോട്ടയാണ് അന്ന് ജിഞ്ചർ ഗ്രൂപ്പ് എന്നറിയപ്പെട്ടിരുന്ന അന്നത്തെ ചെറുപ്പക്കാരുടെ നിര ഒരുക്കിയത്. അന്ന് നിയമസഭാ നടപടികളിൽ ധീരവും സരസഗംഭീരവുമായ ഇടപെടലുകൾ നടത്തുന്ന 5 പേരടങ്ങുന്ന യുവസംഘമായിരുന്നു ജിഞ്ചർ ഗ്രൂപ്പ്. അതിൻ്റെ നേതാവായിരുന്നു PG. വെളിയം ഭാർഗവൻ, E. ചന്ദ്രശേഖരൻ നായർ, തോപ്പിൽ ബാസി, പുനലൂർ രാജഗോപാലൻ നായർ എന്നിവരായിരുന്നു ജിഞ്ചർ ഗ്രൂപ്പിലെ മറ്റ് 4 പേർ. 1967 PG MLA ആയിരുന്നു. ഈ 2 സന്ദർഭങ്ങളിലുമാണ് EMSന് നേതൃത്വത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ്റുകളുടെ സമഗ്ര കാർഷിക ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ നിയമം ഇവ കേരളത്തിൻ്റെ സാമൂഹിക ഘടനയെ മൗലികമായി മാറ്റിത്തീർത്തത്. അത് ചരിത്രമാണ്. ഈ 2 നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് PG നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1960കളുടെ ആദ്യം ഡൽഹിയിലേക്ക് പോയതും അവിടെ AKGയുടെയും EMSൻ്റെയും സഹായിയായി പ്രവർത്തിച്ചതും PG എന്ന മാർക്സിസ്റ്റിന് ആശയരംഗത്ത് കൂടുതൽ തീർച്ചയും മൂർച്ചയും നൽകുന്നതിൽ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് PG വിഖ്യാത മാർക്സിയൻ ചരിത്രകാരനായ TD കൊസാംബിയുമായി പരിചയപ്പെടുന്നത്. ഇതാകട്ടെ അദ്ദേഹത്തിൻ്റെ ചരിത്ര വീക്ഷണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ സഹായിക്കുകയും ചെയ്തു. ന്യൂ ഏജിൻ്റെ പത്രാധിപ സമിതി അംഗമായി പത്രപ്രവർത്തനത്തിൻ്റെ ലോകത്തേക്ക് കാൽവെക്കുന്നതും ഈ ഘട്ടത്തിലാണ്. പിന്നീട് അദ്ദേഹം ദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായി മലയാള പത്രപ്രവർത്തന രംഗത്ത് സ്വന്തം അടയാള മുദ്ര പതിപ്പിച്ചു. PG പത്രാധിപരായിരുന്നപ്പോഴാണ് പത്രഭാഷ പരിഷ്കരിക്കുന്നതിന് കാര്യമായ ശ്രമങ്ങളുണ്ടായത്. പത്രവാർത്തകളിൽ പേരുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രീ, ശ്രീമതി തുടങ്ങിയ ആദര സൂചക പദങ്ങൾ ഒഴിവാക്കിയത് PG ആയിരുന്നു. അതുപോലെ പത്രവാർത്തകളിൽ പേരിൻ്റെ കൂടെ സഖാവെന്ന് ചേർക്കുന്നതും ആവശ്യമില്ലെന്ന് തീരുമാനിച്ചതും അദ്ദേഹമായിരുന്നു. ഇന്നീ രീതി എല്ലാ പത്രങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. PGയെ മലയാളികൾ വിശേഷിപ്പിച്ചിരുന്നത് സഞ്ചരിക്കുന്ന സർവകലാശാല, സഞ്ചരിക്കുന്ന സർവവിജ്ഞാന കോശം എന്നൊക്കെയാണ്. ഇത് കേവലമൊരു ആലങ്കാരിക പ്രയോഗമല്ല, മറിച്ച് 100% സത്യസന്ധവും വസ്തുതാപരവുമായ പ്രയോഗമാണ്. ഏത് വൈജ്ഞാനിക മേഖലയിൽപ്പെട്ട കാര്യമായാലും അതിനുള്ള ഉത്തരം PGയുടെ നാവിൻ തുമ്പിലും വിരൽ തുമ്പിലും ഉണ്ടായിരുന്നു. വിയറ്റ്നാം സ്വാതന്ത്ര്യത്തിൻ്റെ സാർവദേശീയത, ലോക യുവജന പ്രസ്ഥാനം, വർഗീയതയും
ചരിത്രരചനയും സംസ്കാരവും നവോത്ഥാനവും കേരള നവോത്ഥാനം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക സാഹിത്യ സംഭാവനകളിൽ ചെറുതു മാത്രമാണ്. കേരളം ഇന്ത്യൻ യൂണിയനിലെ അധകൃത സംസ്ഥാനം എന്ന ശീർഷകത്തിൽ PG എഴുതിയിട്ടുള്ള പുസ്തകം ഫെഡറലിസത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്നതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഫെഡറലിസത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് തൻ്റെ എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ബോധ്യപ്പെടുത്താൻ PG എന്നും ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃതിയെ കാണേണ്ടത്. ഫെഡറലിസത്തിൻ്റെ പ്രാധാന്യം അനുഭവിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനങ്ങളുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ കവർന്ന് ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കാനുള്ള അജണ്ടയാണ് സംഘപരിവാർ നടപ്പാക്കുന്നത്. ഗ്രാൻറ്റുകളിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിവേചനം കാണിച്ചും നികുതി വിഹിതം വെട്ടിക്കുറച്ചും GST നഷ്ടപരിഹാരം തടഞ്ഞുവെച്ചും കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളിൽ അതിക്രമിച്ച് കയറി സംഘപരിവാറിൻ്റെ വിഷലിപ്ത രാഷ്ട്രീയം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം അവരുപയോഗിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉയരുമ്പോൾ PGയുടെ വാക്കുകൾ കൂടുതൽ പ്രാധാന്യത്തോടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിഖ്യാത ചരിത്രകാരന്മാരായ RS ശർമ്മ, ഇളംകുളം കുഞ്ഞൻപിള്ള, ഡോക്ടർ KN പണിക്കർ, A ശ്രീധരമേനോൻ, EMS എന്നിവരുടെ സംഭാവനകളെ വിമർശനാത്മകമായി വിലയിരുത്തുന്ന PGയുടെ ലേഖനങ്ങളും പുതിയ തലമുറ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ചരിത്രപരമായ ഭൗതികവാദത്തെ ഉപകരണമാക്കിക്കൊണ്ട് ചരിത്രത്തെ വ്യാഖ്യാനിച്ചവരാണ് രവി കൊസാംബിയും രവി പ്രസാദ് ചതോപാധ്യയും EMSുമൊക്കെ. ആ ചങ്ങലയിലെ കണ്ണിയാണ് PG. അത് അവസാന കണ്ണിയാവാതിരിക്കാൻ പുതിയ തലമുറ ഈ എഴുത്ത് രീതികളെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ചരിത്രത്തെ വക്രീകരിക്കുന്ന സംഘപരിവാർ ഇടപെടലുകളുടെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നു എന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ജീവചരിത്ര രചനയിൽ PG നൽകിയ സംഭാവനകളും വേറിട്ട് നിൽക്കുന്നതാണ്. എംഗൽസിൻ്റെ ജീവചരിത്രം, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസിനെ പറ്റി രചിച്ച മതവും മാർക്സവും എന്ന ജീവചരിത്രം, EMSൻ്റെ ജീവചരിത്രം, K ദാമോദരൻ്റെ ജീവചരിത്രം, ചാൾസ് ഡാർവിൻ്റെ ജീവചരിത്രം, ഇവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. മതത്തെയും അതിൻ്റെ സാമൂഹിക ഇടപെടലുകളെയും കുറിച്ച് PGക്ക് അപാരമായ ധാരണയുണ്ടായിരുന്നു. ആഗമാനന്ദ സ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, MN റോയ്, ബെർട്രാൻഡ് റസൽ തുടങ്ങിയവരെ പറ്റിയുള്ള കൃതികൾ ഇത് വെളിപ്പെടുത്തുന്നു. ഇസ്ലാം മതത്തെപ്പറ്റിയും മുഹമ്മദ് നബിയെക്കുറിച്ചും ഖുർആനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു. വിമോചന ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് പൗലോസ് മാർ പൗലോസിനെ പറ്റി തയ്യാറാക്കിയ പഠനങ്ങളും ശ്രദ്ധേയമാണ്. മത്തായി, ലൂക്കോസ്, യോഹന്നാൻ, മാർക്കോസ് എന്നീ സുവിശേഷകരെ അപഗ്രഥിക്കുന്ന ലേഖനങ്ങളും വേറിട്ട് നിൽക്കുന്നു. മാർക്സത്തിൻ്റെ വെളിച്ചത്തിൽ വേദപുസ്തകം പഠിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി രചിച്ച ബൈബിൾ പഠനം ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്.
മതനിരപേക്ഷത പി ജിയുടെ ഇഷ്ടവിഷയമായിരുന്നു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഒരുപോലെ ആപത്താണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വർഗീയതയുടെ പൈതാളികർ രാജ്യത്തിൻ്റെ സ്വച്ഛന്ത ജീവിതത്തിനു മേൽ വിഷം ചീറ്റുന്ന വാക്കുകളും വാളുകളുമായി അഴിഞ്ഞാടുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മണിപ്പൂരിൻ്റെയും ജബൽപൂരിൻ്റെയും നിലവിളികൾ നാം ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ നടത്തിയ നിയമവിരുദ്ധ ആക്രമണത്തെപ്പറ്റി നാം ചർച്ച തുടരുകയാണ്. ബജ്രംഗൾ ഭീകരരാണ് 4 നൂറ്റാണ്ട് മുൻപ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന സുവിശേഷകനെയും അദ്ദേഹത്തിൻ്റെ 10ഉം 6ഉം വയസ്സുള്ള 2 മക്കളെയും പച്ച ജീവനോടെ ചുട്ടുകൊന്നത് എന്നതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. അവരിപ്പോഴും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് ഇന്നത്തെ മാധ്യമ വാർത്തകൾ കന്യാസ്ത്രീകളെയും വൈദികരെയും ആക്രമിച്ച വാർത്തകളിലൂടെ നാം കാണുന്നത്. ഇവയുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് വർഗീയതയെ അപഗ്രഹിക്കുന്ന പി ജിയുടെ പഠനങ്ങൾ ഇന്ന് കൂടുതൽ പ്രസക്തമായി തീരുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പോലും സംഘപരിവാർ രാഷ്ട്രീയത്തിന് കയറിക്കളിക്കാനുള്ള ഇടമാക്കി മാറിക്കൊണ്ടിരിക്കുന്നതും നാം കാണുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് അക്കാദമിക രംഗത്ത് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ മനുഷ്യവിരുദ്ധതയെ കൃത്യമായി മനസ്സിലാക്കി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ആളായിരുന്നു പി ജി. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തെയും സാക്ഷരതാ പ്രസ്ഥാനത്തെയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തിയ ശ്രമങ്ങളിലും പി ജിയുടെ കയ്യൊപ്പ് കാണാം. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ പുല്ലുവഴിയിലെ പബ്ലിക് ലൈബ്രറിക്ക് വേണ്ടി കല്ലും മണ്ണും ചുമന്നിട്ടുള്ള ആളാണ് പി ജി എന്ന് കേട്ടിട്ടുണ്ട്. ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെയും 1981 അത് പുരോഗമന കലാസാഹിത്യ സംഘമായി പരിവർത്തിപ്പിച്ചതിൻ്റെയും പിന്നിൽ പി ജിയുടെ കൂടി ദീർഘവീക്ഷണമുണ്ടായിരുന്നു. 1992 പുരോഗമന കലാസാഹിത്യ സംഘത്തിന് പെരുമ്പാവൂർ രേഖ എന്നറിയപ്പെടുന്ന അടിസ്ഥാന രേഖ രൂപപ്പെടുത്തുന്നതിലും പി ജിയുടെ പങ്ക് വലുതാണ്. പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക വീക്ഷണങ്ങളെ വലിയ തോതിൽ വികസ്വരമാക്കുക എന്നതായിരുന്നു ആ രേഖയുടെ ഉദ്ദേശം. അതാകട്ടെ കാര്യമായ തോതിൽ തന്നെ പ്രാവർത്തികമാക്കാൻ ആ രേഖ സഹായിച്ചു. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്ന നിലയിൽ മലയാള ചലച്ചിത്ര വികസനത്തിന് പി ജി നൽകിയ സംഭാവനകളും ചെറുതല്ല. തിരുവനന്തപുരത്തടക്കം കൈരളി ശ്രീ തിയേറ്ററുകൾ സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. ചലച്ചിത്ര അക്കാദമിയും സീഡിറ്റും പുനഃസംഘടിപ്പിച്ചതിലും പി ജിയുടെ കയ്യൊപ്പ് കാണാം. ചലച്ചിത്രങ്ങൾക്ക് സബ്സിഡി വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ആരംഭിക്കുകയും ചെയ്തതിന് പിന്നിലും പി ജിയുടെ ദീർഘവീക്ഷണം പ്രകടമാണ്. അതൊക്കെ മലയാളിയുടെ ചലച്ചിത്ര ഭാവുകത്വത്തെ സർവദേശീയ തലത്തിലേക്ക് ഉയർത്താൻ സഹായകമായി. പി ജി ഗൗരവതരമായ വിമർശന ബുദ്ധിയോടെ സമീപിച്ച മേഖലയായിരുന്നു മാധ്യമരംഗം. മാധ്യമരംഗത്തെ പ്രവണതകളെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ വിശകലനം ചെയ്തവർ പി ജിയെപ്പോലെ ഏറെ പേരുണ്ടെന്ന് തോന്നുന്നില്ല. കേരള നവോത്ഥാനത്തെപ്പറ്റി എഴുതിയ 4 സഞ്ചികകളിൽ ഒന്നിൻ്റെ പേര് തന്നെ മാധ്യമപർവം എന്നാണ്. മാധ്യമങ്ങളെ സാർവദേശീയ ചലനങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്നതിൽ പി ജി
അസാധാരണ മികവാണ് കാട്ടിയത്. മാർഷൽ മക്ലൂഹാൻ തൊട്ട് നോം ചോംസ്കി വരെയുള്ളവരെ വിശകലനം ചെയ്യാനും സമകാലീന മാധ്യമ പ്രവണതകളെ വിലയിരുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ജ്വരത്തിൽ അഭിരമിക്കുന്ന മാധ്യമ പ്രവണതകൾ സജീവമായ ഈ ഘട്ടത്തിൽ PGയുടെ മാധ്യമ ഇടപെടലുകൾ കൂടുതൽ പഠിക്കപ്പെടേണ്ടതുണ്ട്. മാധ്യമങ്ങളെ കൂടുതൽ വിമർശനാത്മകമായി പരിശോധിക്കാൻ മലയാളിയുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്നതിൽ PG വഹിച്ച ഈ രംഗത്തെ നേതൃത്വപരമായ പങ്ക് പ്രത്യേകം കാണേണ്ടതാണ്. അച്ചടിച്ചു വരുന്നതെല്ലാം സത്യവാചകമെന്ന വിശ്വാസത്തിൽ നിന്ന് അച്ചടിച്ചു വരുന്നതിലെ ഗൂഢ താല്പര്യങ്ങളെ പരിശോധിച്ചറിയണം എന്ന ബോധത്തിലേക്ക് മലയാളി വായനാ സമൂഹത്തിൻ്റെ മനസ്സിനെ ഉണർത്തുന്നതിൽ വലിയ പങ്കാണ് PG വഹിച്ചത്. അടിയന്തരാവസ്ഥക്കാലത്ത് പത്രാധിപത്യം വഹിച്ചതിൻ്റെ അനുഭവവും PGക്കുണ്ട്. ആ ഘട്ടത്തിലാണ് കേരളമാകെ അഭിമാനിക്കുന്ന PGയെ പോലുള്ള ഒരു സാംസ്കാരിക വ്യക്തിത്വത്തെ ജയറാം പണിക്കലിനെ പോലുള്ള ഒരു പോലീസ് ഓഫീസർ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഭരണം അമിതാധികാര വാഴ്ചയിലേക്ക് കടക്കുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം എങ്ങനെ അപകടപ്പെടുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തം PGയുടെ ആ അനുഭവത്തിലുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെല്ലാം മനുഷ്യത്വ വിരുദ്ധമായ പ്രവണതകൾ ശക്തിപ്പെട്ടു വരുന്ന സന്ദർഭത്തിലാണ് നാം PGയുടെ ജന്മശതാബ്ദി ആഘോഷത്തിലേക്ക് കടക്കുന്നത്. ഐക്യ കേരള രൂപീകരണത്തിനടക്കം പോരാടിയ ചരിത്രമാണ് PGയുടേത്. സംസ്ഥാന സർക്കാർ മേട്ടുക്കടയിൽ 20 സെന്റ് സ്ഥലം അനുവദിച്ചിരുന്ന കാര്യം ഇവിടെ പ്രസ്താവിക്കുകയുണ്ടായി. അവിടെ PG പഠന ഗവേഷണ കേന്ദ്രവും ലൈബ്രറിയും ഉയരണമെന്നാണ് ആഗ്രഹം. അങ്ങനെ വന്നാൽ PGയുടെ സ്വകാര്യ ശേഖരമായ 25,000 പുസ്തകങ്ങൾ അങ്ങോട്ട് മാറ്റാൻ കഴിയും. കെട്ടിടം ശതാബ്ദി സ്മാരക മന്ദിരമായി നിലനിൽക്കുകയും ചെയ്യും. ആധുനിക സൗകര്യങ്ങളുള്ള ലൈബ്രറിക്കൊപ്പം കുട്ടികളുടെ വിപുലമായ ലൈബ്രറിയും അവിടെ ഉണ്ടാകണം. 2025-26 സാമ്പത്തിക വർഷം 25 ലക്ഷം രൂപ ബജറ്റിൽ PG സംസ്കൃതി കേന്ദ്രം വകയിരുത്തിയിട്ടുണ്ട്. അടുത്ത വർഷം അദ്ദേഹത്തിന് 100 വയസ്സ് തികയുമ്പോൾ കേരളത്തിന് 70 വയസ്സാവുകയാണ്. 70 വയസ്സിൻ്റെ പക്വതയിലെത്തേണ്ട കാലത്താണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച പല അസംബന്ധ പ്രവണതകളും അരങ്ങ് തകർക്കുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട്. ഇതിനെയെല്ലാം പൊരുതി പരാജയപ്പെടുത്താനും നമ്മുടെ നാടിനെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് PGയുടെ ഊഷ്മളമായ സ്മരണകൾ കരുത്തു പകരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ശതാബ്ദി ആഘോഷ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിവാദം.